Good morning to all. We are going to start with the next chapter. Chapter name Audit Procedure, third chapter. The first we are going to discuss about vouching. What is vouching? വൗച്ചിങ് വെരിഫിക്കേഷൻ അങ്ങനെ രണ്ട് ടേംസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഡിറ്റിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് പ്രൊസീജിയേഴ്സാണ് വൗച്ചിങ് എന്ന് പറയുന്നതും വെരിഫിക്കേഷൻ എന്ന് പറയുന്നതും. അതിൽ വൗച്ചിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വൗച്ചിങ് ഈസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് സപ്പോർട്ടിംഗ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടായിരിക്കും അതിപ്പോൾ ഒരു വൗച്ചറോ ബില്ലോ റെസിപ്റ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുന്നത്. അതേസമയം വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, വെരിഫിക്കേഷൻ ഈസ് ദ കൺഫർമേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ദാറ്റ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസും അത് കൺഫേം ചെയ്യുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, തെറ്റിക്കരുത്. വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓഡിറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടേം തന്നെയാണ്. അതിൽ വൗച്ചിങ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിനെ വെരി കെയർഫുള്ളി നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺഫർമേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ദാറ്റ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണുന്ന അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും കൺഫേം ചെയ്യുക, അതിനെയാണ് നമ്മൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൗച്ചിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വൗച്ചിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൗച്ചിങ് ഈസ് ദ ആക്ട് ഓഫ് comparing entries in the books of accounts with complementary evidence in support thereof. അപ്പോൾ ഡോക്ടർ LR ഡിക്സിയുടെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൗച്ചിങ് ഈസ് ദ ആക്ട് ഓഫ് കമ്പയറിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്ന ഒരു ട്രാൻസാക്ഷൻ അതിനെ സപ്പോർട്ട് ചെയ്ത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എൻട്രിയും ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും വെച്ച് കമ്പയർ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുന്നത്. ദെൻ എക്സാമിനിങ് ദ വൗച്ചേഴ്സ്. എങ്ങനെയാണ് നമ്മൾ ഈ വൗച്ചേഴ്സൊക്കെ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്? വൗച്ചിങ് ഈസ് ദ ആക്ട് ഓഫ് എക്സാമിനിങ് ദ സോഴ്സസ് ആൻഡ് ഓതൻസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ പ്രൈമറി ബുക്സ്. ഇറ്റ് ഇൻവോൾവ്സ് ട്രേസിങ് ഔട്ട് ദ ഡോക്യുമെൻ്ററി എവിഡൻസ്. ഈ ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വെരിഫൈയിങ് വെദർ ദ എൻട്രി മെയ്ഡ് ഇൻ ദ ബുക്സ് കൺഫേം ടു ദ ഡീറ്റെയിൽഡ് കണ്ടെയ്ൻഡ് ഇൻ ദ വൗച്ചേഴ്സ്. അപ്പോൾ നമ്മളുടെ ഓരോ ട്രാൻസാക്ഷൻസിനും കറക്റ്റായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ വെച്ച് കമ്പയർ ചെയ്യുക, അതാണ് നമ്മൾ വൗച്ചിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ വൗച്ചേഴ്സ് കെയർഫുള്ളി എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വൗച്ചിങ്ങിൽ ഓഡിറ്റർ ഈ എവിഡൻസിനെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മളുടെ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് വളരെ കറക്റ്റായിട്ട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഇവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വൗച്ചിങ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും എവിഡൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, എവിഡൻസിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഓതറൈസ്ഡ് ആണോ എന്നുള്ളത്, അതിലത്തെ എമൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത്, അത് കറക്റ്റായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസി ഫോളോ ചെയ്തിട്ടാണോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വൗച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ് ആണ്. എന്താണ് ഈ വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വൗച്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്? അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു വെരിഫൈ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ സപ്പോർട്ടഡ് ബൈ വാലിഡ് ഡോക്യുമെൻ്ററി എവിഡൻസ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടാവണം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ട്രാൻസാക്ഷൻസിനെയൊക്കെ വെരിഫൈ ചെയ്യുക, അതും ഒരു ഒബ്ജക്റ്റീവാണ്.
ടു സീ ദാറ്റ് ദ വൗച്ചേഴ്സ് ആർ ജെനുവിൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൗച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഫ്രോഡ് കാണിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. സോ ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൗച്ചേഴ്സ് ജെനുവിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ആ ഒരു കറക്റ്റ് പീരീഡിലത്തെ, അതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റിലേക്കുള്ള ആ ഒരു പീരീഡിലത്തെ തന്നെയാണോ വൗച്ചേഴ്സ് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൻ്റെ സൈൻ അതിലുണ്ടോ എന്നുള്ളതൊക്കെ ചെക്കിങ് ചെയ്യേണ്ടി വരും. ടു വെരിഫൈ വെദർ ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഓതറൈസ്ഡ് ബൈ റെസ്പോൺസിബിൾ പേഴ്സൺ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസൊക്കെ ഓതറൈസ്ഡ് പേഴ്സൺസ് ഓതറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ എന്നുള്ളതും വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല പിന്നെ പറയുന്നത്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള എറേഴ്സോ ഒമിഷൻസോ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട്. ടു ചെക്ക് വെദർ ദർ ഈസ് എനി ഫ്രോഡ് ഓർ മാനിപ്പുലേഷൻ ഇൻ ദ കണ്ടക്ട് ഓഫ് ട്രാൻസാക്ഷൻ. ഇനി നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. ടു സീ ദാറ്റ് ദ എൻട്രീസ് ആർ മെയ്ഡ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ടു സീ ദാറ്റ് പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ഇനി ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലും റവന്യൂവും ശരിയായ രീതിയിൽ നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ടു സീ ദാറ്റ് അരിതമെറ്റിക് ആക്യുറസി ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അരിതമെറ്റിക് ആക്യുറസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, റെക്കോർഡിങ് ചെയ്യേണ്ടി വരും, പോസ്റ്റിംഗ് ചെയ്യേണ്ടി വരും, ബാലൻസിങ്, അങ്ങനത്തെ കുറേ വർക്കുകൾ ഒരു ഓഡിറ്റിങ്ങിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജിലും അതിൻ്റെ അരിതമെറ്റിക് ആക്യുറസി കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ വൗച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൗച്ചിങ് എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ച് നമ്മൾ ആ ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ വൗച്ചിങ്, എക്സാമിൻ ചെയ്യുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ട്രാൻസാക്ഷൻസിനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ വൗച്ചേഴ്സൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സൊക്കെ ജെനുവിൻ ആണോ, ആ എൻട്രീസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ പീരീഡിലത്തെ തന്നെയാണോ ഡേറ്റ്, അതുപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺസിൻ്റെ സൈനൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദെൻ ഇത് റെസ്പോൺസിബിൾ പേഴ്സൺസ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എറേഴ്സും ഒമിഷൻസും ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ടു ചെക്ക് whether there is any fraud or manipulation in the accounting transaction. Then next one പറയുന്നത്, to see that the entries are made for each transaction according to the generally accepted accounting principles. ദെൻ അവിടെ വളരെ കൃത്യമായിട്ടുള്ള ക്യാപിറ്റൽ റവന്യൂ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദെൻ ഓരോ സ്റ്റേജ്, അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ സ്റ്റേജിലും റെക്കോർഡിങ് ആയിക്കോട്ടെ, പോസ്റ്റിംഗ്, ബാലൻസിങ്, കാസ്റ്റിംഗ് ആയിക്കോട്ടെ, ഓരോ സ്റ്റേജിലും അതിൻ്റെ അരിതമെറ്റിക് ആക്യുറസി ഉറപ്പുവരുത്തുക. ഇത്രയും ആണ് നമ്മളുടെ വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വൗച്ചിങ് ആണ്. എന്താണ് വൗച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? അത് മിക്കപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. വൗച്ചിങ് ഈസ് ദ എസൻസ് ഓഫ് ഓഡിറ്റ്, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. അതായത് വൗച്ചിങ് എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിൻ്റെ എസൻസ് ആണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ളത്, ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വർക്കിൽ ഈ വൗച്ചിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഏതൊരു ഓഡിറ്റിംഗ് വർക്ക് ആയിക്കോട്ടെ, അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ അതിൻ്റെ വൗച്ചിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ടും അതുപോലെ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ വളരെ സ്കില്ലോടുകൂടി, വളരെ എക്സ്പീരിയൻസോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വൗച്ചിങ് എന്ന് പറയുന്നത്. കാരണം ഈ വൗച്ചിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഓഡിറ്റിങ്ങിലുണ്ട്.
അപ്പോൾ ഓഡിറ്റർ എപ്പോഴും ഈ വൗച്ചിങ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ വൗച്ചിങ് കണ്ടക്ട് ചെയ്യാറുള്ളൂ. അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും അരിതമെറ്റിക്കൽ ആക്യുറസിയും അതുപോലെ തന്നെ അതോറിറ്റി അപ്രൂവ്ഡ് ആണോ എന്നുള്ളതൊക്കെ അതിൽ നോക്കുന്നുണ്ടായിരിക്കും. അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് എൻട്രി ചെയ്തിട്ടുള്ളത് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ എക്സാമിൻ ചെയ്യാറുള്ളത്. അപ്പോൾ വൗച്ചർ എന്ന് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ വൗച്ചറിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ആ വൗച്ചർ എന്ന് പറയുന്നത് ജെനുവിൻ ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കൺസേൺഡ് ഡേറ്റിലുള്ളതാണോ, അതിൽ സിഗ്നേച്ചർ ഉള്ളതാണോ, ഇതൊക്കെ നമ്മൾ ആ സമയത്ത് എക്സാമിൻ ചെയ്തിട്ടാണ് വൗച്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അത്രമാത്രം കെയർഫുള്ളായിട്ട് വേണം അത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട്. സോ അപ്പോൾ വൗച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള എറേഴ്സും ഫ്രോഡ്സും ഇല്ലാത്ത തരത്തിലായിരിക്കണം നമ്മൾ ആ വൗച്ചിങ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഇപ്പോൾ വൗച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സോ എറേഴ്സോ ഫ്രോഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ വൗച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പോൾ അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ പലതരത്തിലുള്ള എമൗണ്ട് നമ്മൾ തെറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ലെഡ്ജർ അക്കൗണ്ട്സിൽ പോസ്റ്റ് ചെയ്യേണ്ടതും തെറ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും എവിടെയൊക്കെ ഏതൊക്കെ ഐറ്റംസിലാണ് ഏതൊക്കെ അക്കൗണ്ടിലാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ വൗച്ചിങ് ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമ്മളുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ തെറ്റുകളും, അതായത് റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ്, ഇതൊക്കെ നമ്മളുടെ ഓഡിറ്റിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ. ഓഡിറ്റിങ്ങിനെ ബാധിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സിലും ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൗച്ചിങ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. വൗച്ചിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇറഗുലാരിറ്റീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിനൊക്കെ ഇത് ബാധിക്കുന്നതാണ്. സോ അത്രയും സ്കില്ലും എക്സ്പീരിയൻസോടും കൂടി തന്നെയാണ് അത് ചെയ്യേണ്ടത്. സോ അത്രയും ഒരു ഓഡിറ്ററുടെ വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗ്ലിജൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ചയോ അയാളുടെ ഭാഗത്തു നിന്ന്, ഓഡിറ്ററുടെ ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിറ്റ് വർക്കിൻ്റെ ക്വാളിറ്റീനെ തന്നെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. മാത്രമല്ല ഓഡിറ്റർ ആ ഒരു വർക്കിന് റെസ്പോൺസിബിളായി തീരുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ ഓഡിറ്റർ ടു കണ്ടക്ട് വൗച്ചിങ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷൻ്റെയും അതിൻ്റെ വൗച്ചേഴ്സ് വെച്ച് കറക്റ്റായിട്ട് ഓഡിറ്റർ വീണ്ടും വന്ന് എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് പോസിബിൾ അല്ല. കാരണം വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. സോ അപ്പോൾ അങ്ങനത്തെ കേസിൽ ഓഡിറ്റർ ആദ്യം എന്താ ചെയ്യുക, അവിടുത്തെ നമ്മൾ പറഞ്ഞു ഓരോ ഓർഗനൈസേഷനും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇൻറ്റേർണൽ ചെക്കിംഗ് സിസ്റ്റത്തിന് ആണ് ആദ്യം അത് ഇഫക്റ്റീവ് ആണോ എന്നുള്ളതാണ് ഓഡിറ്റർ ആദ്യം അസസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിറ്റർക്ക് അങ്ങനെ അതൊരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻറ്റേർണൽ ചെക്കിംഗ് സിസ്റ്റം ഓർഗനൈസേഷനിൽ ഓൾറെഡി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഓഡിറ്റർക്ക് ഒരു ഡീറ്റെയിൽഡ് ചെക്കിങ്ങിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ടെസ്റ്റ് ചെക്കിംഗ് മാത്രം കണ്ടക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ടെസ്റ്റ് ചെക്കിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ചെയ്യുക, നമ്മൾ സാമ്പിൾസ് മാത്രം സെലക്ട് ചെയ്ത് അതിനെ നമ്മൾ ചെക്കിങ് ചെയ്യും. അപ്പോൾ സാമ്പിൾസ് കറക്റ്റ് ആണെങ്കിൽ റിമൈനിങ് ട്രാൻസാക്ഷൻസ് ആർ ഓൾസോ ഡീംഡ് ടു ബി കറക്റ്റ്. ആ ഒരു അസംഷൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യാറുള്ളത്. മാത്രമല്ല ഇഫ് ദ ഓഡിറ്റർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡിപ്പെൻഡബിലിറ്റി ഓഫ് ദി ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ആ ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓക്കെ ആണെന്ന് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യുക, വൗച്ചിങ് ടെക്നിക്സൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൗച്ചിങ് ടെക്നിക്സ് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ കംപ്ലീറ്റ് വൗച്ചിങ് നമ്മൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അത്ര എഫക്റ്റീവ് അല്ല എന്ന് വിചാരിക്കുക, അത്ര പോരാ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഓഡിറ്റർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കിങ് തന്നെ ചെയ്യേണ്ടി വരും. അവിടെ ഒരിക്കലും ടെസ്റ്റ് ചെക്കിങ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ടെസ്റ്റ് ചെക്കിങ് ഈസ് അഡ്വൈസബിൾ ഓൺലി ഫോർ റൂട്ടീൻ ട്രാൻസാക്ഷൻ.
അപ്പോൾ അതല്ല സ്പെഷ്യലൈസ്ഡ് ട്രാൻസാക്ഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെക്കിംഗ് തന്നെ അവിടെ ആവശ്യമായിട്ട് വരും. സോ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വൗച്ചിങ് ഈസ് ദ എസെൻസ് ഓഫ് ഓഡിറ്റിംഗ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമ്മൾ വൗച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് വൗച്ചിങ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് വൗച്ചിങ്ങിൽ ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ടൈപ്പ് ഓഫ് എവിഡൻസ് അവൈലബിൾ. ഏത് ടൈപ്പ് എവിഡൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ്സ് ആഡിക്വസി ആൻഡ് ലയബിലിറ്റി ടു സപ്പോർട്ട് അക്കൗണ്ടിങ് എൻട്രീസ്. എത്രത്തോളം അത് ആ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യും, എത്രമാത്രം അത് ആഡ്വക്കേറ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഓഡിറ്റിംഗ് ബിഫോർ ഡൂയിങ് എനിത്തിങ് എൽസ്. ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് വർക്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെക്കാട്ടിലും ആദ്യം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. It helps the auditor to satisfy himself as the accuracy and completeness of the transaction recorded in the books of accounts. ഈ വൗച്ചിങ് എന്ന് പറയുന്നത് ഓഡിറ്റർക്ക് സ്വയം സാറ്റിസ്ഫൈഡ് ആവുക. ദാറ്റ് മീൻസ് അതിൻ്റെ ആക്യുറസിയിലും അത് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതിലും മാത്രമല്ല അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിലൊക്കെ ഓഡിറ്റർ സ്വയം സാറ്റിസ്ഫൈഡ് ആവാനും ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ വൗച്ചിങ്ങിൽ എന്താണ് വൗച്ചർ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു വൗച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിനെ എക്സാമിൻ ചെയ്യുക. ഡോക്യുമെൻ്ററി എവിഡൻസ് മീൻസ് വൗച്ചേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ വൗച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് സപ്പോർട്ടിങ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ വൗച്ചർ മേ ബി ഡിഫൈൻഡ് ആസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ആൻ എൻട്രി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ്, അതിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. വൗച്ചർ എന്ന് പറയുമ്പോൾ അത് റെസിപ്റ്റ്സ് ആവാം, ക്യാഷ് മെമ്മോസ് ആവാം, പേ ഇൻ സ്ലിപ്സ് ആയിരിക്കാം, ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ട്സ് ആയിരിക്കാം, കോൺട്രാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ റെസൊല്യൂഷനോ ഇതൊക്കെ ആവാം, സെയിൽസ് ഇൻവോയ്സ്, ക്യാഷ് ബില്ല്, ഇതൊക്കെ എന്താണ് വൗച്ചേഴ്സാണ്. പിന്നെ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് വൗച്ചേഴ്സ്. എന്തൊക്കെയാണ് ഒരു വൗച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് കണ്ടെയ്നിങ് ഓർ സപ്പോർട്ടിങ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിരിക്കണം വൗച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ്. വൗച്ചേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, അത് റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ട് ഉള്ളതായിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് സപ്പോർട്ടിങ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ ഡേറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നെയിം ഓഫ് പാർട്ടി, ആരുമായിട്ടാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുള്ളത്, എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ, എത്ര എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനാണ് നമ്മൾ നടത്തിയത്, ഓതറൈസേഷൻ ഓർ സിഗ്നേച്ചർ ഓഫ് ദ പേഴ്സൺ ഹൂ ഓതറൈസ് ദ ട്രാൻസാക്ഷൻ. ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആരാണോ അവരുടെ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ വൗച്ചറിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഈ വൗച്ചർ എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെ ആയിരിക്കില്ല, അത് ഓരോ ട്രാൻസാക്ഷനും ബേസ് ചെയ്തിട്ടാണ് വൗച്ചർ ഉണ്ടാവുക. അപ്പോൾ അത് ഓരോന്നിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ദ എൻട്രി മെയ്ഡ് ഇൻ ദ അക്കൗണ്ട് ബുക്ക് എനേബിളിംഗ് ദ ആക്യുറസി ഓഫ് സച്ച് അക്കൗണ്ട്സ്. അപ്പോൾ ആ അക്കൗണ്ട്സിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്താനായിട്ട് വൗച്ചർ സഹായകരമായിരിക്കണം. ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ടു എസ്റ്റാബ്ലിഷ് എ ട്രാൻസാക്ഷൻ ആൻഡ് പ്രൊസീഡ് വിത്ത് ഹിസ് ഓഡിറ്റ് വർക്ക്. അപ്പോൾ ഓഡിറ്ററിനെ ഒരു ട്രാൻസാക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിറ്റ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഈ വൗച്ചർ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വൗച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞത്. വൗച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിരിക്കണം, റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസ്, ദാറ്റ് മീൻസ് ഡേറ്റ്, എമൗണ്ട്, സിഗ്നേച്ചർ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവണം.
പിന്നെ ഓരോ ട്രാൻസാക്ഷനും വൗച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ഒരു അക്കൗണ്ട്സിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്താൻ സഹായകരമായിരിക്കണം. ഒരു ട്രാൻസാക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഓഡിറ്റർക്ക് ഓഡിറ്റ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒക്കെ ഈ വൗച്ചർ സഹായകരമായിരിക്കണം. ഇനി ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ആണ് നോക്കുന്നത്. ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്, അതിൽ നമുക്ക് വൗച്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി വൗച്ചേഴ്സ് ആൻഡ് സെക്കൻഡറി വൗച്ചേഴ്സ്. സെക്കൻഡറി വൗച്ചേഴ്സ് ആർ ഓൾസോ കോൾഡ് കൊളാറ്ററൽ വൗച്ചേഴ്സ്. അപ്പോൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, പ്രൈമറി വൗച്ചേഴ്സ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. അത് ഒറിജിനൽ ആയിട്ടുള്ള വൗച്ചറാണ് നമ്മൾ പറയുന്ന പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉള്ള ഒറിജിനൽ ആയിട്ടുള്ള ആ റിട്ടൺ ഡോക്യുമെൻറ്റ്, ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ്, അത് ഒറിജിനൽ ഫസ്റ്റ് ഡോക്യുമെൻറ്റ്, അതിനെയാണ് നമ്മൾ പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത്. അത് ഒരു ക്യാഷ് ബില്ലായിരിക്കാം, പേ ഇൻ സ്ലിപ്സ് ആയിരിക്കാം, ഇൻവോയ്സ് ഒക്കെ നമ്മളുടെ എന്താണ് പ്രൈമറി വൗച്ചറാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സെക്കൻഡറി വൗച്ചർ. അതിനെ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൊളാറ്ററൽ വൗച്ചർ. അപ്പം സെക്കൻഡറി ഓർ കൊളാറ്ററൽ വൗച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്, ഇറ്റ് ഈസ് ദ ഫോട്ടോ കോപ്പി ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ ശരിക്കുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്കൻഡറി വൗച്ചർ അല്ലെങ്കിൽ കൊളാറ്ററൽ വൗച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ വൗച്ചർ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സാവാം, അല്ലെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്കൊക്കെ നമ്മളത് കൊടുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ സെക്കൻഡറി വൗച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് ഇൻവോയ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കാർബൺ കോപ്പി, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അതിൻ്റെ ഒരു കോപ്പി, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുക. അപ്പോൾ സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പ്രൈമറി വൗച്ചേഴ്സിനെ പോലെ തന്നെയാണ്. അങ്ങനെ അതുപോലെ തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓതൻസിറ്റി റീസണബിൾ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് ഉറപ്പ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈമറി വൗച്ചറിനെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്കൻഡറി വൗച്ചറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിക്വയർമെൻറ്റ്സ് ഓഫ് എ വൗച്ചർ. ഒരു വൗച്ചറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു ദ ക്ലൈൻറ്റ് ഓർ ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ് ക്ലൈൻറ്റ്. അപ്പോൾ ഒരു വൗച്ചർ എന്ന് പറയുമ്പോൾ ആ വൗച്ചറിൽ നമ്മൾ ഒരു പാർട്ടീനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മളുമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്ത ക്ലൈൻറ്റ് ഏതാണോ ആ ക്ലൈൻറ്റിനെ നമ്മൾ ആ വൗച്ചറിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ആ ഒരു ക്ലൈൻറ്റിൻ്റെ പേര് അതിൽ ആർക്കാണോ നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ പേര് അതിലുണ്ടായിരിക്കണം. ഇറ്റ് ബെയേഴ്സ് എ വാലിഡ് ഡേറ്റ് റെലവൻറ്റ് ടു ദ പീരീഡ് ഓഫ് ഓഡിറ്റ്. മാത്രമല്ല അതിൽ കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന ആ പീരീഡുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആ വൗച്ചറിൽ ഉണ്ടായിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ എന്തിനു വേണ്ടിയുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആ വൗച്ചറിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കണം. ദ എമൗണ്ട് ഈസ് റിട്ടൺ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ്. ഇനി വൗച്ചറിൽ എത്ര എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ആണോ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അത് വേർഡ്സിലും അതുപോലെ തന്നെ ഫിഗറിലും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ എ റെസ്പോൺസിബിൾ പേഴ്സൺ. ഈ വൗച്ചർ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഓതറൈസ് ചെയ്തതായിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് ദ സിഗ്നേച്ചർ ഓഫ് ദ പേയി. മാത്രമല്ല അതിൽ കറക്റ്റായിട്ട് പേയുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ഫോംസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഓൾട്രേഷൻസും അതുപോലെ തന്നെ കറക്ഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം പ്രിൻറ്റഡ് ആകുമ്പോൾ പിന്നെ അതിൽ മാനിപ്പുലേഷൻസൊക്കെ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. It is stamped where the cash payment exceeds ₹5,000. Suppose the transaction amount exceeds ₹5,000, it should be stamped. Next one, alteration in the voucher should be attested by a responsible official. ഇനി ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓൾട്രേഷൻ വൗച്ചറിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അതിൽ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വൗച്ചർ ഷുഡ് ബി ക്യാൻസൽഡ് ആഫ്റ്റർ ദ ചെക്കിങ്. ഇനി ഒരു തവണ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വൗച്ചർ ആണെങ്കിൽ നമ്മൾ ആ വൗച്ചർ ക്യാൻസൽ ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ വൗച്ചർ തന്നെ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
ഓൾ വൗച്ചേഴ്സ് ആർ നമ്പേർഡ് കോൺസിക്യൂട്ടീവ്ലി. എല്ലാ വൗച്ചേഴ്സും ആ ട്രാൻസാക്ഷൻ്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമ്പറിങ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വൗച്ചറിൻ്റെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ വൗച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഷുഡ് ബി അഡ്രസ്ഡ് ടു എ ക്ലയൻറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ ക്ലയൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ബയേഴ്സ് എ വാലിഡ് ഡേറ്റ്. ആ ഒരു ഓഡിറ്റ് പീരീഡിന് റെലവൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ. ദ എമൗണ്ട് ഷുഡ് ബി റിട്ടൺ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ്. It is authorized by a responsible person. It contains the signature of the payee. Printed and standardized forms are used to prevent alteration and corrections. It is stamped when the transaction amount exceeds rupees 5,000. Alteration in the voucher should be attested by the responsible official. Then voucher should be cancelled after the checking. And all vouchers are numbered consecutively. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൗച്ചേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. ഓരോ ട്രാൻസാക്ഷൻസിനുള്ള വൗച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഡിറ്റർ ഈ വൗച്ചേഴ്സിനെ, ഓരോ ട്രാൻസാക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ടുള്ള വൗച്ചേഴ്സിനെ തറോ ആയിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൗച്ചേഴ്സ് ഏതാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അറിവുണ്ടായിരിക്കണം ഒരു ഓഡിറ്റർക്ക്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൗച്ചിങ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ക്യാഷ് റെസിപ്റ്റ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടർ ഫോയിൽസ് ഓർ കാർബൺ കോപ്പീസ് ഓഫ് റെസിപ്റ്റിൻ്റെ ഒന്നുകിൽ ആ കൗണ്ടർ ഫോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പറിച്ച് തന്നതിൻ്റെ ബാക്കി ഒരു കൗണ്ടർ ഫോയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കാർബൺ കോപ്പി. അതുപോലെ തന്നെ സെയിൽസ് ഇൻവോയ്സ്, കറസ്പോണ്ടൻസ് ഫ്രം ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കറസ്പോണ്ടൻസ്, പാസ്ബുക്ക് എൻട്രീസ്, കോൺട്രാക്റ്റ് നോട്ട്. ഇതൊക്കെ ക്യാഷ് റെസിപ്റ്റിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഇനി ക്യാഷ് പേയ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ പേയ്ക്ക് നമ്മൾ കൊടുത്ത ഒറിജിനൽ റെസിപ്റ്റ്, പിന്നെ ഇൻവേർഡ് രജിസ്റ്ററിൽ നമ്മൾ നടത്തിയിട്ടുള്ള എൻട്രി, ക്രെഡിറ്റേഴ്സുമായിട്ട് നടത്തിയിട്ടുള്ള കറസ്പോണ്ടൻസ്, പാസ്ബുക്ക് എൻട്രീസ്, കോൺട്രാക്റ്റ്, ഇതൊക്കെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റിന് കൺസിഡർ ചെയ്യാം. ഇനി സെയിൽസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ ബില്ല് ഇഷ്യൂ ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ കോപ്പി, അതുപോലെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതിൻ്റെ, പിന്നെ ഔട്ട്വാർഡ് രജിസ്റ്ററിൽ നമ്മൾ നടത്തിയിട്ടുള്ള എൻട്രി, ക്രെഡിറ്റ് നോട്ട്, ഇതൊക്കെയാണ് സെയിൽസിനുള്ളത്. ഇനി പർച്ചേസ് ആണെങ്കിൽ നമുക്ക് പർച്ചേസ് ഇൻവോയ്സ് കൺസിഡർ ചെയ്യാം. ഇൻവേർഡ് രജിസ്റ്ററിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള എൻട്രി നോക്കാം, ഡെബിറ്റ് നോട്ട്. ഇനി സ്പെഷ്യലൈസ്ഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിലെ എൻട്രീസ്, പാസ്ബുക്ക് എൻട്രീസ്, ഡിവിഡൻഡ് വാറൻറ്റ്സ്, ഷെയർ സർട്ടിഫിക്കറ്റ്സ്, ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റ്സ്, കോൺട്രാക്റ്റ് നോട്ട്സ്, സെയിൽസ് ഡീഡ്സ്, ജോബ് കാർഡ്, വേജ് ഷീറ്റ്, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, റെസൊല്യൂഷൻ ഓഫ് ബോർഡ്, ഇതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസാക്ഷൻസിന് വേണ്ടി നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഇതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഉള്ളത് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വൗച്ചിങ്ങിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ, എന്താണ് വൗച്ചിങ്, എന്താണ് വൗച്ചർ, എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷനും എന്തൊക്കെ വൗച്ചേഴ്സാണ് വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയ നമുക്ക് ഈ ഇത്രയും പോർഷനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.